ഇങ്ങനെയുള്ള ചെറിയ ചെറിയ തട്ടിപ്പുകൾ വ്യാപകമായി കൊണ്ടിരിക്കുകയാണല്ലോ നമ്മുടെ നാട്ടിൽ. ഇപ്പോൾ ഈ ഒരു പ്രത്യേക കേസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ ചെറിയ ചെറിയ നിക്ഷേപങ്ങളാണ് ഇദ്ദേഹം സ്വീകരിക്കുന്നത്. പകുതി പൈസക്ക് നിങ്ങൾക്ക് ഈ ഇലക്ട്രിക് സ്കൂട്ടർ, തയ്യൽ മെഷീൻ, ലാപ്ടോപ്പൊക്കെ തരാമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊന്നും വാങ്ങാൻ അങ്ങനെ സമൂഹത്തിൻ്റെ താഴെക്കിടയിലുള്ള ജോലി ചെയ്യുന്ന അധ്വാനിച്ചുണ്ടാക്കുന്ന പണമൊക്കെ ആയിരിക്കും ഇത് ഇങ്ങനെ സ്വീകരിച്ചിട്ടുണ്ടാവുക. ഇങ്ങനെയുള്ള സാധാരണക്കാരായ മനുഷ്യർ പെട്ടുപോകുന്ന നിക്ഷേപ തട്ടിപ്പുകൾ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ പല രൂപത്തിൽ വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇതിങ്ങനെ വ്യാപകമായി സംഭവിക്കാനുള്ള ഒരു കാരണമായി നമ്മൾ കാണാം? നമ്മളിപ്പോൾ ഈ കേസിൽ തന്നെ നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാം, ഈ സാധാരണക്കാർക്ക് എപ്പോഴും സമ്പത്ത് അവർക്ക് സ്പെൻഡ് ചെയ്യാൻ, കറക്റ്റായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ അവർക്ക് വ്യത്യസ്തമായിട്ടുള്ള ഓപ്ഷനുകൾ ഇപ്പം വ്യാപകമായിട്ട് അവൈലബിളാണ്. അപ്പോൾ അതിൽ ഏതിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളത്, എവിടെ അവർക്ക് നിക്ഷേപിക്കണം എന്ന് ഉള്ളതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് തട്ടിപ്പാവുമോ അല്ലേ എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ടും നോക്കേണ്ടത്. അപ്പോൾ വ്യാപകമായിട്ട് തന്നെ ഇപ്പം നിലവിലുള്ള ഓപ്ഷനുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നതിൽ അധികവും അല്ലെങ്കിൽ കുറേയും തട്ടിപ്പുകളായിട്ട്, അല്ലെങ്കിൽ കൃത്യമായ യഥാർത്ഥത്തിൽ അത് ഒരു ലാഭകരമായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയാൻ പറ്റാത്ത ഇനത്തിൽപ്പെട്ടത് ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എന്തുകൊണ്ടാണ് ഈ ആളുകൾ ഇതിൽ പെടുന്നത് എന്ന് നമ്മൾ നോക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും എനിക്ക് തോന്നുന്നത്, ഒന്ന്, ഈ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ചെയ്യുന്നത് അവർ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനുകളിൽ അവരെ പരിചയപ്പെടുത്തുമ്പോൾ വലിയ വലിയ പബ്ലിക് ഫിഗേഴ്സിനൊക്കെ, വലിയതോ ചെറുതോ ആയിട്ടുള്ള പബ്ലിക് ഫിഗേഴ്സിനൊക്കെ ഇയാളൊക്കെ അതിലുണ്ട്, മറ്റേ ആൾ അതിലുണ്ട്, അല്ലെങ്കിൽ നമ്മളിപ്പം റീസെൻ്റായിട്ട് കണ്ട കുറച്ച് കേസാണെങ്കിൽ ജോൺസൺ മാവുങ്കലിൻ്റെ ഒരു കേസ് നമ്മൾ കണ്ടു. അതിൽ പോലീസ് ഓഫീസേഴ്സ് ഉണ്ടായിരുന്നു, സിനിമാ മേഖലയിൽ നിന്നുള്ള ആളുകൾ അവരുടെ കൂടെ ഉണ്ട്, രാഷ്ട്രീയക്കാരുണ്ട് എന്നൊക്കെ അവരുടെ ഫോട്ടോകളൊക്കെ, ഒപ്പം നിൽക്കുന്ന ഫോട്ടോകളൊക്കെ കാണിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ സാധാരണക്കാരൻ അത് വിശ്വസിക്കുകയാണ്. ഇവർക്കൊക്കെ ഇതിൽ ഇയാളുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇവർക്കൊക്കെ ഈ പറയുന്ന പുള്ളിയോ അല്ലെങ്കിൽ ഈ പറയുന്ന സംവിധാനവുമായിട്ട് അല്ലെങ്കിൽ സംരംഭവുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതൊക്കെ യഥാർത്ഥമായിരിക്കും, അല്ലെങ്കിൽ അതിലൊന്നും തട്ടിപ്പിൻ്റെ അംശം ഉണ്ടാവില്ല എന്ന് വിചാരിക്കുകയാണ്. ഈ ആളുകളാണ് ഇതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഓപ്ഷനുകൾ വരുമ്പോൾ തന്നെ ഇങ്ങനെ കുറേ കെണിവലകൾ ഉണ്ടാക്കുമ്പോൾ തന്നെ ഈ ഫ്രോഡായിട്ട് ഉണ്ടാക്കുന്നതാണെങ്കിൽ പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ആളുകളെ സംവിധാനിക്കാൻ അവർ പ്രത്യേകം ശ്രദ്ധിക്കുന്ന മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് ഈ തട്ടിപ്പുകളിലേക്ക് ആളുകൾ, തട്ടിപ്പായിരിക്കെ തന്നെ തട്ടിപ്പിലേക്ക് ആളുകൾ വീഴുന്നത് എന്നാണ് എൻ്റെ ഒരു ധാരണ.